Hi learners. UGC NET പേപ്പർ 1 യൂണിറ്റ് 8 വരുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. അപ്പോൾ ആ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. അപ്പോൾ മുന്നേ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത് ഒരു 4 ബേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ്. അതായത് ബൈനറി, ഡെസിമൽ, അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ, ഒക്ടാൽ ഇങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് എന്ത് വന്നിരുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്താൽ മനസ്സിലാകും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട്. അതായത് പല പല ബേസുകളിലുള്ള നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ ഫ്രാക്ഷൻസ് വരുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇഫ് LM represents a number L in base M number system, then identify the correct descending order of the following number A to D when converted to base 10 number system. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ബേസുകളിലുള്ള നമ്പർ സിസ്റ്റം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ബേസ് 10 നമ്പർ സിസ്റ്റത്തിലേക്ക്, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കറക്റ്റ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. അപ്പോ നോക്കിക്കേ, ഇവിടെ 16 ബേസിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലെ. അത് നമുക്കറിയാം ഹെക്സാഡെസിമൽ ആണ്. 0 തൊട്ട് 15 നമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് വരിക. 0 തൊട്ട് 9 വരെ നമ്പേഴ്സും A to E വരെ അല്ലെ, ABCDE അങ്ങനെ A to E വരെ നമുക്ക് എന്താണ്, ലെറ്റേഴ്സുമായിട്ട് വരുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. ഇനി ഒക്ടാൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ എന്താ, 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുക. ഇനി 7 ബേസിൽ വരുന്ന ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 മുതൽ 6 വരെ ആയിരിക്കും ഉണ്ടാവുക അതിനകത്ത് നമ്പേഴ്സ് ഉണ്ടാവുക. 0 മുതൽ 6 വരെ ആയിരിക്കും. ദെൻ ബൈനറി നമ്പർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1ഉം 0ഉം ആയിരിക്കും അതിനകത്തെ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പല ബേസുകളെ നമുക്ക് എന്തിലേക്ക് മാറ്റണം, 10 ബേസിലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ ബേസിലേക്ക് നമുക്ക് മാറ്റണം. സോ അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 9C16 ആണല്ലോ. 9C16 ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ നമ്പർ. സോ ഏത് ബേസ് ആയാലും നമ്മൾ അതിനെ ഡെസിമലിലേക്ക് മാറ്റാനായിട്ട്, അതായത് ബേസ് 10ലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 9Cയിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ C ആണല്ലോ. ഇവിടെ നമുക്കറിയാം ഹെക്സാഡെസിമലില് A എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് 10 എന്ന് പറയുന്ന നമ്പറിനെയാണ്. B ഡിനോട്ട് ചെയ്യുന്നത് 11 എന്ന് പറയുന്ന നമ്പറിനെയാണ്. ആൻഡ് C ഡിനോട്ട് ചെയ്യുന്നത് എന്താ, 12 എന്ന് പറയുന്ന നമ്പറിനെയാണ്. സോ C എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമുക്ക് 12 ആണ്. ഓക്കെ, അപ്പം റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുത്തു, അത് 12 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ്, ആ തന്നിരിക്കുന്ന ബേസ് കൊണ്ട് ആ നമ്പറിനെ, ആ ഒരു ഡിജിറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് റൈസ് ടു ദ പവർ 0. ഓക്കെ, 0യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം റൈസ് ടു ദ പവർ 0. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ആ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്, അതിപ്പം നമ്പർ ആണെങ്കിൽ അങ്ങനെ, ഇപ്പൊ ഹെക്സാഡെസിമൽ ആണ്, ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ് നമ്പർ എടുക്കുക. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് എഴുതുക. റൈസ് ടു ദ പവർ 0. ഓക്കെ, ദെൻ പ്ലസ് തൊട്ടടുത്ത ഡിജിറ്റ് നമ്മൾ എടുക്കുക. തൊട്ടടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആണ്. സോ 9 മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ബേസ്, ആ ബേസ് എടുക്കുക. റൈസ് ടു ദ പവർ 1. സോ ഇവിടെ ആദ്യം നമ്മൾ 0യിൽ നിന്നാണ് തുടങ്ങുന്നത്, തൊട്ടടുത്ത് എടുക്കുന്നത് റൈസ് ടു ദ പവർ 1 ആയിരിക്കും. അപ്പം വേറെ ഡിജിറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ 9 into 16 എന്ന് പറയുന്നത് 144 ആണ്. പ്ലസ് 12 into 16 raised to 0 ആണ്. സോ ഈ 16 raised to 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എനി നമ്പർ raised to the power 0 അതിന്റെ വാല്യൂ എന്താണ്, 1 ആയിരിക്കും. ഓക്കെ, അതിപ്പം 100 raised to 0 ആയാലും 2 raised to 0 ആയാലും 7 raised to 0 ആയാലും 84 raised to 0 ആയാലും എല്ലാം എന്ത് തന്നെയാണ്, 1 ആണ് അതിന്റെ വാല്യൂ. അപ്പം 144 പ്ലസ് 12 into 1 എന്ന് നമുക്ക് കിട്ടും. സോ 144 പ്ലസ് 12 എന്ന് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് 156 ബേസ് 10.
ഓക്കെ, ഇതാണല്ലോ ബേസ് 10. 156 ബേസ് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 9c ബേസ് 16ന്റെ ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? 156 ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റൈസ് ടു ദ പവർ 0. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് 0 ആണ്. ദെൻ പ്ലസ് തൊട്ടടുത്ത ഡിജിറ്റ് എടുക്കുക. റൈറ്റിൽ നിന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. തൊട്ടടുത്ത ഡിജിറ്റ് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ് അത് മൾട്ടിപ്ലൈ ചെയ്യുക, റേസ് ടു ദ പവർ 1. ഇനി ഒരു ഡിജിറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, ആ ഡിജിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഈ നമ്മുടെ ബേസ് 60 റൈസ് ടു ദ പവർ 2. കാരണം 0 ആദ്യം എടുത്തു, തൊട്ടടുത്ത് 1 എടുത്തു, ദെൻ 2. അങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. സോ ഈ 9c 16ന്റെ ഇക്വലന്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 156 ബേസ് 10 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇറ്റ് ഈസ് 156 ബേസ് 10. ഇനി തൊട്ടടുത്ത നമ്പർ നോക്കാം. 233 ബേസ് 8 ആണ്. സോ തൊട്ടടുത്ത നമ്പർ എന്താണ്? 233 ബേസ് 8 ആണ്. അപ്പോ ഏത് ബേസ് വന്നാലും ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് മോസ്റ്റ് സൈഡിലെ ഡിജിറ്റ് എടുക്കുന്നു. ഇവിടെ റൈറ്റ് മോസ്റ്റ് സൈഡിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 233 ആണ്. അതിലെ 3 എടുക്കുന്നു. മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് എടുക്കുക. ദാറ്റ് ഈസ് 8 റൈസ് ടു ദ പവർ 0. ഓക്കെ, റൈസ് ടു ദ പവർ സോറി സോ ഏതാണോ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്, അത് ആദ്യം എടുക്കുക. മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് എടുക്കുക. റൈസ് ടു ദ പവർ 0. ഓക്കെ, പ്ലസ് ഇനി തൊട്ടടുത്ത ഡിജിറ്റ് അതും 3 ആണ്. 3 ഇൻറ്റു ഏതാണോ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേസ് ടു ദ പവർ 1 ആണ്. ഓക്കെ, ആ ബേസ് റേസ് ടു ദ പവർ 1. ഓക്കെ, 3 ഇൻറ്റു ഏതാണോ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് റേസ് ടു ദ പവർ 1 ആണ്. ഓക്കെ, തൊട്ടടുത്ത് ഏതെടുക്കുക? അടുത്ത നമ്പർ എടുക്കുക. 2 ഇൻറ്റു ഏതാണോ ബേസ്, ആ ബേസ് റൈസ് ടു ദ പവർ 2. അപ്പം 0 1 2 അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ പോവേണ്ടത്. അപ്പൊ നമുക്കറിയാം 2 ഇൻറ്റു 8 സ്ക്വയർ അല്ലെ? 2 ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 64 ആണ്. ആണല്ലോ, 8 സ്ക്വയർ 64 ആണ്. പ്ലസ് 3 ഇൻറ്റു 8. 3 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം? 24 ആണ്. പ്ലസ് 3 ഇൻറ്റു 8 റൈസ് ടു 0. 3 ഇൻറ്റു 8 റൈസ് ടു 0 ഞാൻ പറഞ്ഞു, ഏതൊരു നമ്പർ റൈസ് ടു ദ പവർ 0 ആണെങ്കിലും അതിന്റെ വാല്യൂ 1 ആണ്. അപ്പം 8 റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ് ഈസ് 3. സോ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 128. സോ 2 ഇൻറ്റു 64 എന്ന് പറയുന്നത് 128 ആണ്. പ്ലസ് 24 പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടും. സോ അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 155 ബേസ് 10 എന്ന് കിട്ടും. ക്ലിയർ? സോ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത എല്ലാത്തിനും ഏത് ബേസിലാണ് നമ്പർ വരുന്നതെങ്കിലും അതിനെ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ആ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ ബേസ്, ആ ബേസ് റൈസ് ടു ദ പവർ 0യിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 0 1 2 എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 233 ബേസ് 8ന്റെ വാല്യൂ നമുക്ക് 155 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 155 ബേസ് 10 ആണ്. ഓക്കെ, തൊട്ടടുത്ത് ഏതാണ്? 313 ബേസ് 7 ആണ്. സോ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് 313 ബേസ് 7 ആണ്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു ഏതാണോ ബേസ്, ആ ബേസ് റേസ് ടു ദ പവർ 0 പ്ലസ് 1 ഇൻറ്റു തൊട്ടടുത്ത ഡിജിറ്റ് എടുക്കുക 1. ആ 1 ഇൻറ്റു 7 എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ആണ്. റേസ് ടു ദ പവർ 1 പ്ലസ് 3 ഇൻറ്റു ബേസ് 7 ആണ്. ആ 7 റൈസ് ടു 2. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 7 സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. പ്ലസ് 1 ഇൻറ്റു 7 ആണ്. പ്ലസ് 3 ഇൻറ്റു 7 റൈസ് ടു 0. 7 റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു 1 3 എന്ന് നമുക്ക് കിട്ടും. സോ
ഇതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 147 plus 10, that is 157 ബേസ് 10 എന്നായിരിക്കും നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ 313ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് 157 ബേസ് 10 ആണ്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ബൈനറി നമ്പർ ആണ് അല്ലെ. സോ അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബൈനറി നമ്പർ ആണ്. സോ ബൈനറി നമ്പർ നമുക്ക് ഇതുപോലെ രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി നമുക്ക് പറയാം ബൈനറി നമ്പർ ചെയ്യാനായിട്ട്. സോ ബൈനറി നമ്പർ തന്നിരിക്കുന്ന നമ്പർ എന്താണ്? 1001110. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബൈനറി നമ്പർ ഇതാണ്. സോ ഇതിൽ സിമ്പിൾ ആയിട്ട് ഇതിനെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പറഞ്ഞ ഒരു മെത്തേഡ് അല്ല, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. 0 into 2 raised to 2 raised to the power 0 plus 1 into 2 raised to അങ്ങനെയൊക്കെയും ചെയ്യാം. പക്ഷെ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പവർ വെച്ച് എഴുതി വരിക. അതായത് 2 raised to 0, 2 raised to 1, 2 square, 2 cube, 2 raised to 4, 2 raised to 5. ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 1 2 3 4 5 6, 2 raised to 6 and 2 raised to 7. അങ്ങനെ 8 ഡിജിറ്റ്സ് നമ്മൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന 2 raised to 0 1 ആണ്, 2 raised to 1 2, then അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 square 4, 2 cube 8. അതിന്റെ വാല്യൂസ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി കേട്ടോ. അതായത് 1 2 4 8 16, then 32, 64 and 128. ഓക്കെ, അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, സോ ആദ്യം നമ്മൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് 2 raised to 0, 2 raised to 1, 2 square 2 cube എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ്സ് ആണോ അങ്ങനെ നോക്കുക. നോക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ നമ്പേഴ്സ് എഴുതുക. നമ്പേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്രയും ചെയ്താൽ മതി. റൈറ്റ് മോസ്റ്റ് സൈഡിൽ 1 ആണ്, കാരണം 2 raised to 0 1 ആണ്. 1ൽ നിന്നും തുടങ്ങി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. നോക്കൂ, 1 into 2 2, 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32, 32 into 2 64 and 128 ആണല്ലോ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഡിജിറ്റ്സ് അങ്ങ് എഴുതുക. ഇറ്റ് ഈസ് 100 1110. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുക. എഴുതിയതിനു ശേഷം എന്താണെന്നറിയോ, നമ്മൾ ഈ 1ന് കറസ്പോണ്ടിങ് വരുന്ന നമ്പേഴ്സ് മാത്രം ഒന്ന് റൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് 128. ദെൻ അടുത്ത് 16 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, അതായത് 1ന് കറസ്പോണ്ടിങ്, ഇവിടെ ബൈനറി ഡിജിറ്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ആ റൗണ്ട് ചെയ്ത നമ്പേഴ്സ് മാത്രം ഒന്ന് ആഡ് ചെയ്യുക. അതായത് ഇറ്റ് ഈസ് 128 plus 16, 128 plus 16 plus 8 plus 4 plus 2. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോഴേക്കും എന്ത് വാല്യൂ കിട്ടും? ഇറ്റ് ഈസ് 158 ബേസ് 10 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് എന്താണ് ബൈനറി ടു ഡെസിമൽ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഓക്കെ, ഞാനിത് ഒരു തവണയും കൂടി ഞാനിത് പറഞ്ഞു തരാം. സോ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു വാല്യൂ വരുമ്പോൾ ഇപ്പൊ 100 1110 ഇതാണ് നമ്മുടെ നമ്പർ, ബേസ് 2ലെ നമ്പർ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് എഴുതി വരിക. 2 raised to 0, 2 raised to 1, 2 square, 2 cube, എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതുവരെ നിങ്ങൾ എഴുതണം കേട്ടോ. 2 raised to 4, 2 raised to 5, 2 raised to 6 and 2 raised to 7 അതുവരെ നമ്മൾ എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് എഴുതുക, അതിന്റെ വാല്യൂസ് എഴുതുക. 2 raised to 0 1 ആണ്, then 2 raised to 1 2 ആണ്. അപ്പൊ ഇതിന്റെ ഇത്രയും പവർ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് എന്താ, മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ മതി. സോ 1 2 4 8 16 32 64 128.
ഓക്കെ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണോ അത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി വരിക. 100 1110. ഇനി എന്ത് ചെയ്യുക, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടി നിങ്ങളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ആ റൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതിയാവും. അതായത് 128 + 16 + 8 + 4 + 2 നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 158 ബേസ് 10 എന്ന് കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് 158 ബേസ് 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂസ്, ഇതിന്റെ ഡെസിമൽ വാല്യൂസ് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്താണ്, ഡിസെൻഡിങ് ഓർഡർ, അതായത് ഡിക്രീസിങ് ഓർഡറിലാണ് നമുക്ക് എഴുതേണ്ടത്. സോ ഡിക്രീസിങ് ഓർഡറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം നമുക്ക് കിട്ടുന്നത് ഡി ആണ് അല്ലെ. സോ ആദ്യം വരുന്നത് 158 ഡി, ഫസ്റ്റ് വരുന്നത് ഡി ആണ്. അത് കഴിഞ്ഞ് 157 ആണ് സി, അത് കഴിഞ്ഞ് 156 ആണ്, ഇറ്റ് ഈസ് എ. ദെൻ ലാസ്റ്റ് വൺ 233 അല്ലെ, നമ്മുടെ 155 ബേസ് 10 വരുന്നത് ബി. സോ ഡി സി എ ബി, ഇങ്ങനെയാണ് നിങ്ങൾ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റേണ്ടത്. ബേസ് 10 നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. സോ അതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലാക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് അല്ലെ, ഡിക്രീസിങ് ഓർഡറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്താൽ മതിയാവും. സോ ഇങ്ങനെയാണ് പല പല ബേസുകളിൽ നിന്നും നിങ്ങൾ എന്തിലേക്ക് മാറ്റേണ്ടത്, നിങ്ങൾ 10 ബേസിലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റേണ്ടത്. ഇനിയിപ്പോ ഇവൻ നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെ പല പല ബേസുകളിൽ തന്നിട്ട് ബേസ് 10 നമ്പർ സിസ്റ്റം വെൻ കൺവേർട്ടഡ് ടു ബേസ് 10 നമ്പർ സിസ്റ്റം എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണില്ല. ചിലപ്പോൾ എന്താണ്, വെറുതെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ഓർഡറിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി സി എ ബി എന്ന് നമുക്ക് വരും. ഫൈൻ. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്പർ അഡിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ അഡിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമ്പർ അഡിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതില് ഈ ബൈനറി അഡിഷൻസിന് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഫോർമുല പഠിക്കണം. പക്ഷെ അത് സിമ്പിൾ ആണ്. നമുക്ക് ബൈനറി അഡിഷന് മാത്രം എന്ത് ചെയ്യണം, കുറച്ചൊരു ഫോർമുല നമ്മൾ പഠിക്കേണ്ടി വരും. സോ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ബൈനറി അഡിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പം ബൈനറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ 1010 വെച്ചിട്ടായിരിക്കും നമുക്ക് എന്തായാലും എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, സീറോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണ്, 0 ആണ്. അതിന്റെ ക്യാരി ഓവർ 0 ആണ്. ഈ ക്യാരി ഓവർ എന്ന് പറയുന്നത് എന്താ, നമ്മൾ സാധാരണഗതിയിൽ അഡിഷൻ എടുക്കുമ്പോൾ ഇപ്പം 28 + 5 നമ്മൾ എടുക്കുമ്പോൾ 8 + 5 എന്താണ്, 13 ആണ് അല്ലെ. 13ലെ 3 നമ്മൾ എടുക്കുന്നു, ഒരു ക്യാരി ഓവർ 1 ഇവിടെ എഴുതുന്നില്ലേ, അതേ ക്യാരി ഓവർ മീനിങ് തന്നെയാണ് ഇവിടെയും കേട്ടോ. സോ 0 + 0 0 ആണ്, ക്യാരി ഓവർ 0 ആണ്. 0 + 1 എന്ന് പറയുന്നത് 1 ആണ്, ക്യാരി ഓവർ 0 ആണ്. 1 + 0 1 ആണ്, ക്യാരി ഓവർ 0 ആണ്. 1 + 1 = 0 ആണ്, ക്യാരി ഓവർ 1. 1 + 1 + 1 എന്ന് പറയുന്നത് റിസൾട്ട് 1 ആണ്, ക്യാരി ഓവർ 1 ആണ്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലിയർ ഐഡിയ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കൂ 1001 ബേസ് 2 + 1010 ബേസ് 2. നോക്കിക്കേ, 1001 പ്ലസ് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത്, സാധാ ഡെസിമൽ ബേസ് അല്ലെങ്കിൽ ബേസ് 10 നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണോ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എഴുതുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തറിയാം, ഇതിന്റെ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ നിങ്ങൾക്ക് നോക്കിക്കേ, നമ്മൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്നാണല്ലോ ആഡ് ചെയ്ത് വരുന്നത്. 1 + 0 ഇവിടെ എത്രയാണ് നോക്കിക്കേ, 1 + 0 എന്ന് പറയുന്നത് റിസൾട്ട് 1 ആണ്, ക്യാരി ഓവർ 0 ആണ്. അപ്പോൾ 1 + 0ക്ക് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു, അതിന്റെ വാല്യൂ 1 ആണ്. ക്യാരി ഓവർ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. അത് നമ്മൾ തൊട്ടടുത്ത് മുകളിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. ദെൻ വീണ്ടും 1 + 0 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. വീണ്ടും 1 + 0 1 ആണ്. വീണ്ടും ആ 1 പ്ലസ് ഈ ഒരു ക്യാരി ഓവറും കൂടെ ആഡ് ചെയ്യണം, അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും. സോ 1 + 0 1 ആണ്, ആ 1 പ്ലസ് ക്യാരി ഓവർ 0, അപ്പോഴും എന്ത് തന്നെ നമുക്ക് കിട്ടും, 1 തന്നെ കിട്ടും. ദെൻ ക്യാരി ഓവർ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ,
ഇനി ഈ നമ്പേഴ്സ് 0 + 0 0 ആണ്, പ്ലസ് ക്യാരി ഓവർ 0. നിങ്ങൾ ആ ക്യാരി ഓവറും കൂടി ചേർത്ത് ആഡ് ചെയ്യുക. 0 + 0 0 ആണ്. 0 പ്ലസ് ആ ക്യാരി ഓവർ 0യും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ 0 ആണ്. ദെൻ 1 + 1, 1 + 1ന്റെ വാല്യൂ എന്താ നോക്കിക്കേ. 1 + 1ന്റെ വാല്യൂ 0 ആണ്, ക്യാരി ഓവർ 1 ആണ് അല്ലെ. അപ്പൊ ഈ 1 + 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, 0 ആണ്. ദെൻ ക്യാരി ഓവർ എന്താണ്, 1 ആണ്. അപ്പൊ നമുക്ക് ഇനി ആഡ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫൈനലി നമുക്ക് ഈ റിമൈനിങ് വരുന്ന ആ 1നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ അങ്ങ് താഴെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി വെച്ചാൽ മതിയാവും. സോ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും, 1001 ബേസ് 2 പ്ലസ് 1010 ബേസ് 2. അതിന്റെ വാല്യൂ എന്തായിരിക്കും, 10011 ബേസ് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കറക്റ്റ് ആയിട്ട് നോക്കിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഫോർമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നോക്കിക്കേ, 11101 പ്ലസ് 10110. ഓക്കെ, ഇത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം വെറുതെ ഒരു 1 ഇല്ല, ബാക്കി ഒരെണ്ണം എന്താണ് 5 ഡിജിറ്റ്സും ഒരെണ്ണം 4 ഡിജിറ്റ്സ് വന്നാലും എല്ലാം നമ്മൾ ചെയ്യേണ്ടത് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, 1 + 0, 1 + 0യുടെ വാല്യൂ നിങ്ങൾക്ക് എന്തറിയാം, ഇറ്റ് ഈസ് 1 ആണ് അല്ലെ. 1 ആണ്, ക്യാരി ഓവർ എന്ന് പറയുന്നത് 0 ആണ്. സോ 1 + 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1, ക്യാരി ഓവർ 0 ആണ്. വീണ്ടും 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. വീണ്ടും 1 + 0 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് തന്നെ വരും, 1 തന്നെ വരും ആണല്ലോ. ക്യാരി ഓവർ എന്താണ്, 0 ആണ്. ദെൻ 1 + 1, 1 + 1ന്റെ വാല്യൂ എന്താ, 0 ആണ് അല്ലെ. 1 + 1 0 ആണ്, ക്യാരി ഓവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ആയിരിക്കും. വീണ്ടും 1 + 0 എന്താണ്, 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് വീണ്ടും ആ 1 + 1 അല്ലെ, ആ 1 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഈ ക്യാരി ഓവർ ചേർത്ത് ആഡ് ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ എന്താ, ആദ്യം 1 + 0 ചെയ്യുക. 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. ആ 1 പ്ലസ് ക്യാരി ഓവർ 1ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് 0. അപ്പൊ ക്യാരി ഓവർ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയത്, ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, അതും കൂടെ ചേർത്തപ്പോൾ നമുക്ക് 1 + 0 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് ആ 1ഉം കൂടെ ചേരുമ്പോൾ എന്താണ്, 0 ആണ്. ക്യാരി ഓവർ നമുക്ക് 1 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ്, 1 + 1 ഉണ്ട് അല്ലെ. 1 + 1ഉം ഈ ഒരു ക്യാരി ഓവർ 1ഉം കൂടെ ഉണ്ട്. അപ്പൊ 1 + 1 + 1. അപ്പൊ 1 + 1 + 1 നമ്മൾ എത്ര പറഞ്ഞു, 1 ആണ്. ക്യാരി ഓവർ എന്ത് വരും, 1 വരും അല്ലെ. അപ്പൊ 3 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും, ക്യാരി ഓവർ 1. അപ്പൊ ഇനി നമുക്ക് എന്താണ്, വേറെ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പം റിമൈനിങ് ആ ക്യാരി ഓവർ നമ്മൾ നേരെ കറസ്പോണ്ടിങ് താഴെ എടുത്ത് എഴുതുന്നു. ഇത്രയേ ഉള്ളൂ ബൈനറി അഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബേസ് 2ലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമ്മൾ സാധാരണഗതിയിൽ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ക്യാരി ഓവർ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ക്യാരി ഓവർ എടുത്തെഴുതാനും അതുപോലെ തന്നെ ക്യാരി ഓവർ നമ്മൾ ആഡ് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ പ്ലീസ് അത് തെറ്റിക്കരുത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത് നമ്മൾ പറയുന്നത് ഒക്ടാൽ അഡിഷൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം, ഇവിടെ നമുക്ക് ബേസ് 8 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഒക്ടാൽ അഡിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒക്ടാൽ അഡിഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 6 1 4 7 പ്ലസ് 3 4 2 5. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ഒക്ടാൽ ബേസിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ 8 ബേസിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നാൽ എങ്ങനെ എഴുതി വെക്കും, അതുപോലെ നമ്മൾ അതെന്ത് ചെയ്യുന്നു, അങ്ങനെ അങ്ങ് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യാനുള്ള വഴികൾ നോക്കുകയാണ്. നോക്കിക്കേ, 7 + 5. 7 + 5 എന്ന് പറയുന്നത് എത്രയാ, ആക്ച്വലി ഇറ്റ് ഈസ് 12 ആണ് അല്ലേ. 7 + 5 എന്ന് പറയുന്നത് 12 ആണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഒക്ടാൽ ബേസ് ആണ്. ഒക്ടാൽ ബേസ് അല്ലെങ്കിൽ 8 ബേസ് നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 12 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒക്ടാൽ ബേസ് എന്ന് പറയുന്നത് എന്താ, അതിനകത്ത് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാ, 0 1 2 3 4 5 6 7. ഇത്രയുമാണ് ഒക്ടാൽ ബേസിൽ വരിക. അതിനകത്ത് 12 എന്ന നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒക്ടാൽ ബേസിലെ നമ്പർ അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പർ അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം,
8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാര്യം ഒക്ടാൽ നമ്പർ സിസ്റ്റം ആണ്, ബേസ് 8 ആണ്. ആ ബേസ് 8 വെച്ചാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. സോ 8 വെച്ച് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 into 8 8 അല്ലെ, 2 into 8 16 ആയി പോവും. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. 1 into 8 8 ആണ്. സോ 12ൽ നിന്നും 8 പോയാൽ അല്ലെ, 1 into 8 8 വന്നു. ബാലൻസ് എത്രയുണ്ട്? 4 ഉണ്ട് അല്ലെ. സോ ബാലൻസ് നമുക്ക് 4 ഉണ്ട്, അല്ലെങ്കിൽ റിമൈൻഡർ 4 ഉണ്ട്. ഇത് സാധാരണ ഡിവിഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് 12 divided by 8 എന്ന് നമ്മൾ ചെയ്യില്ലേ? ഇറ്റ് ഈസ് 1 into 8 8 റിമൈനിങ് 4 എന്ന് നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻസ് വരുമ്പോൾ അതൊന്ന് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. സാധാ ഡിവിഷൻ തന്നെയാണ്, സ്പെഷ്യൽ ഡിവിഷൻ ഒന്നും അല്ല. നോക്കൂ, 12 by 8 നമ്മൾ ചെയ്യുന്നു. ഇറ്റ് ഈസ് 1 എന്ന് പറയുന്നത് 1 into 8 8, 1 കോഷ്യന്റും 4 എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡറുമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ എല്ലായിടത്തും ആൻസർ കോഷ്യന്റ് എഴുതുന്നത് അല്ലേ? ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈ റിമൈൻഡർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് എഴുതുന്നത്. നമുക്ക് കിട്ടിയ കോഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡർ ആയിട്ട് ഇവിടെ എഴുതും. ഒന്നുകൂടിയും പറയാം, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം അതിനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, ആ കറസ്പോണ്ടിങ് ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന എന്തിനാ? ഈ 7 + 5 12 എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടാൽ ബേസിലുള്ള നമ്പർ അല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 8 ബേസിൽ വരുന്ന നമ്പർ അല്ല, നമ്പർ സിസ്റ്റത്തിലുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ബേസ് 8 കൊണ്ട് നമ്മൾ ആ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് 1ഉം റിമൈൻഡർ 4ഉം കിട്ടും. ഈ റിമൈൻഡർ ആണ് നിങ്ങൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതുപോലെ ആ കോഷ്യന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇനി നോക്കിക്കേ, 4 + 2 6 ആണ് അല്ലെ. 4 + 2 6 ആണ്. 6 + ഈ ഒരു റിമൈൻഡർ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. 7 ഒരു ഒക്ടാൽ നമ്പർ ആണോ? ആണ് അല്ലെ. 7 വരെയാണ് ഒക്ടാലിൽ വരിക. 0 to 7 ആണ്. 7 ഒക്ടാൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് എഴുതാം. ഇനി 4 + 1 എത്ര കിട്ടും? 5 കിട്ടും അല്ലെ. 5 കിട്ടും. അപ്പൊ 5 എന്ന് പറയുന്നത് എന്താണ്? ഒക്ടാൽ ആണ്. സോ 5 നമുക്ക് എഴുതാം. ഇനി 6 + 3 6 + 3 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 9 ഒക്ടാലിൽ ഉണ്ടോ? ഇല്ല അല്ലെ. സോ 9 എന്ന് പറയുന്നത് ഒക്ടാലിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9നെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ, 12നെ ചെയ്ത പോലെ തന്നെ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ 1 into 8 8 റിമൈനിങ് 1 അല്ലെങ്കിൽ റിമൈൻഡർ 1 വരും. ആ റിമൈൻഡർ 1 ആണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. കോഷ്യന്റ് നമ്മൾ റിമൈൻഡർ ആയിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് എന്താണ്? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ആഡ് ചെയ്യാനൊന്നുമില്ല. ഒരു ബാലൻസ് ഒരു റിമൈൻഡർ 1 ഇവിടെ കിടപ്പുണ്ട്. അത് അതുപോലെ താഴെ എഴുതാം. ക്ലിയർ ആണോ? ഒന്നുകൂടിയും പറയണോ? നോക്കിക്കേ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 7 + 5 എന്താണ്? ആ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്നും സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഒക്ടാൽ നമ്പർ അല്ല, അതായത് 0 മുതൽ 7 വരെ ഒക്ടാൽ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒക്ടാൽ നമ്പർ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പറിനെ, കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബേസ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്നത് ഒരു കോഷ്യന്റും ഒരു റിമൈൻഡറും ഉണ്ടാവും. റിമൈൻഡർ ആണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എന്നിട്ട് ആ കോഷ്യന്റ് കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യണം? റിമൈൻഡർ ആയിട്ട് എഴുതണം. ഓക്കെ, മാറിപ്പോരുതേ അത്. സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 5 1 1 3 0 + 6 7 6. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇത് ഒക്ടാൽ ബേസിലെ നമ്പർ ആണ്, ബേസ് 8 ആണ്. അപ്പം 0 + 6 എന്താണ്? 6 ആണ്. 6 ഒരു ഒക്ടാൽ നമ്പർ ആണ്. നമുക്ക് 6 അതുപോലെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 3 + 7 3 + 7 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ. സോ 10 എന്ന് പറയുന്ന നമ്പർ എന്തിലില്ല? നമുക്ക് ഒക്ടാലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1 into 8 8, നമ്മുടെ റിമൈൻഡർ 2 വരും. ആ റിമൈൻഡർ 2 ആണ് നമ്മൾ ഇവിടെ എടുത്തെഴുതുക. ബാലൻസ് വരുന്ന, അതായത് ആ കോഷ്യന്റ് നമ്മൾ ഇവിടെ റിമൈൻഡർ ആക്കി എഴുതുക. ദെൻ 6 1 6 + 1 7 ആണ്. 7 + 1 8 ആണ്. അപ്പൊ ആ 8നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 ഒക്ടാലിൽ ഇല്ല കേട്ടോ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ബേസ് 8 എന്ന് പറയുമ്പോൾ 8 ഒക്ടാലിൽ ഉണ്ടോ എന്ന് തോന്നും. ഇല്ല, 0 മുതലാണ് ഒക്ടാൽ തുടങ്ങുക. സോ 0 1 2 3 4 5 6 7 വരെ എന്തിലുള്ളൂ? ഒക്ടാലിലുള്ളൂ. അപ്പം ഇവിടെ 8 എന്ന് പറയുന്നത് ഒക്ടാലിലുള്ള നമ്പർ അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 8 കൊണ്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. സോ 1 into 8 8 എന്ന് നമുക്ക് കിട്ടും. റിമൈൻഡർ 0 ആണ്. സോ ആ റിമൈൻഡർ 0 ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഈ 0 ആണ്, ഈ റിമൈൻഡർ ആയിട്ട് കിട്ടിയ 0 ആണ് ഇവിടെ എടുത്ത് എഴുതുക. ബാലൻസ് എത്രയുണ്ട്? 1 ഉണ്ട് അല്ലെ. 1 + 1 എന്താണ്? 2 ആണ്. ഓക്കെ, 1 + 1 2 ആണ്.
ദെൻ ഇവിടെ 5ന് വേറെ ആഡ് ചെയ്യാനൊന്നുമില്ല, 5 അതുപോലെ എടുത്ത് എഴുതുക. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 520226 ബേസ് 8 എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഒക്ടാൽ അഡിഷൻ എന്ന് പറഞ്ഞത്. 2 ഒക്ടാൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. തൊട്ടടുത്ത ഒരു നമ്പർ സിസ്റ്റം നമ്മൾ അഡിഷനിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നമ്മുടെ ഹെക്സാഡെസിമൽ അഡിഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഹെക്സാഡെസിമൽ അഡിഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒക്ടൽ അഡിഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതേ മെത്തേഡ് തന്നെയാണ് എവിടെയും ചെയ്യുക, ഈ പറയുന്ന ഹെക്സാഡെസിമലിലും ചെയ്യുക. ഒരു മാറ്റവും ഇല്ല, സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, 3AB പ്ലസ് 8B7. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? 16 ആണ് ബേസ്, നമുക്കറിയാം 0 to 9 വരെ നമ്പേഴ്സും 10 മുതൽ 15 വരെ നിങ്ങൾക്ക് ലെറ്റേഴ്സുമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സിൽ നമുക്ക് എന്തും കൂടി വരുന്നത്? ലെറ്റേഴ്സും കൂടി വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ബി എന്ന് പറയുന്നത്, നോക്കിക്കേ, നമ്മൾ ഹെക്സാഡെസിമലിൽ A10 ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്, ആണല്ലോ. സോ ബി എന്ന് പറയുന്നത് 11ഉം എ എന്ന് പറയുന്നത് 10ഉമാണ്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. നോക്കിക്കേ, ബി 11 ആണ്, പ്ലസ് 7, 11 പ്ലസ് 7 എത്രയാ? 18 അല്ലെ? സോ 18 ആണ്. 18 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലുണ്ടോ? ഇല്ല, 0 മുതൽ 15 ആണ്. അതിൽ തന്നെ 0 മുതൽ 9 വരെ നമ്പേഴ്സും A to E ലെറ്റേഴ്സുമായിട്ടാണ് അതിനകത്ത് വരിക. അപ്പൊ ഇവിടെ നോക്കിക്കേ, 18 ആണ്. 18നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമുക്ക് 18 ഹെക്സാഡെസിമലിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എന്താണ് ബേസ്? 16 ബേസ് അല്ലെ? അപ്പൊ ആ 16 കൊണ്ട് വേണം നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ട്. എല്ലായിടത്തും നമ്മൾ ഒക്ടലിൽ പറഞ്ഞ പോലെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്, ഏതാണോ ബേസ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയേ, 1 into 16 16 ആണ്. റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും, ആണല്ലോ. സോ ആ റിമൈൻഡർ 2നെ നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു, ആൻസറിൽ എടുത്തെഴുതുന്നു. ദെൻ ബാലൻസ് ഒരു 1, റിമൈൻഡർ 1, അതായത് ഈ കോഷ്യന്റ് ആണ് നമ്മൾ റിമൈൻഡർ ആയിട്ട് എഴുതുന്നത്. ആ 1 ഇവിടെ എടുത്തെഴുതുന്നു. ഇവിടെ എടുത്തെഴുതുമ്പോൾ ഇനി നോക്കിക്കേ, ഇവിടെ 10ഉം 11ഉം ഉണ്ടല്ലേ? സോ എ എന്ന് പറയുന്നത് 10, ബി എന്ന് പറയുന്നത് 11. സോ 11 പ്ലസ് 10 എന്ന് പറയുന്നത് 21 ആണ്. 21 പ്ലസ് 1 എന്ന് പറയുന്നത് 22. 22 എന്തിലില്ല? ഹെക്സാഡെസിമൽ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 into 16 16, റിമൈൻഡർ 6 വരും. ആ 6 ആണ് നമ്മൾ എന്തിലേക്ക് എടുത്തെഴുതുക? ഇവിടെ ആൻസറിലേക്ക് എടുത്തെഴുതുക. ദെൻ 1 നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു. ദെൻ ഇനി നോക്കിയേ, 8 പ്ലസ് 3, 8 പ്ലസ് 3 എത്രയാ? 11 ആണ് അല്ലെ? 11 പ്ലസ് 1 എന്ന് പറയുന്നത് ആക്ച്വലി 12 ആണ്. 12 ഹെക്സാഡെസിമലിലുണ്ടോ? ഉണ്ട്. പക്ഷെ 12 നമ്മൾ 12 എന്നാണോ ഹെക്സാഡെസിമലിൽ എഴുതുക? അല്ല, 12നെ നമ്മൾ എഴുതുന്നത് സി എന്ന അല്ലെ? 10നെ എ എന്ന് എഴുതും, 11നെ ബി എന്ന് എഴുതും, 12നെ നമ്മൾ സി എന്നാ എഴുതുന്നത്. അപ്പം 8 പ്ലസ് 3 എന്ന് പറയുന്നത് 11, 11 പ്ലസ് ആ ഒരു റിമൈൻഡർ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ആ 12 എന്ന് പറയുന്നത് ആക്ച്വലി സി ആണ്. സോ ആ സി നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പൊ ആൻസർ എന്ത് കിട്ടും? C62 ബേസ് 16 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നോക്കിക്കേ, E618 പ്ലസ് 352F. ഓക്കെ, ഇതിൽ നിങ്ങൾക്കറിയാം എഫ് എന്ന് പറയുന്നത് ആക്ച്വലി 15 ആണ്. എഫ് വരെയാണ് നമുക്കുള്ളത്. ABCDEF വരെയാണ് നമുക്കുള്ളത്. സോ അവിടെ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി 15 ആണ്. A10, B11, C12, D13, E14 and F15. F വരെയാണ് നമുക്കുള്ളത്. സോ F15 ആണ്. സോ 8 plus 15 എന്ത് കിട്ടും? ഇറ്റ് ഈസ് 23 അല്ലെ? 23 ആവുമ്പോൾ 23 ഹെക്സാഡെസിമൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് 1 into 16 16 ആണ്. റിമൈൻഡർ 7 കിട്ടും. ആ 7 ആണ് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതുക. ബാക്കിയുള്ള ആ ഒരു 1 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ മുകളിലേക്ക് എടുത്ത് എഴുതുന്നു. സോ 2 plus 1 plus 3, 2 plus 1 3, 3 plus 1 എന്താണ്? 4 ആണ്. 4 ഉറപ്പായിട്ടും എന്താണ്? ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. സോ 4 അതുപോലെ എഴുതാം. ഹെക്സാഡെസിമൽ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് എഴുതാൻ കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ദെൻ 6 plus 5 എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. 11 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലുണ്ടോ? ഉണ്ട്. പക്ഷേ 11 ആയിട്ടാണോ നമ്മൾ എഴുതുക? അല്ല അല്ലേ? അതിന് നമ്മൾ എഴുതുന്നത് ബി ആയിട്ടാ. സോ അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ബി എഴുതാം. ദെൻ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 14. സോ 14 പ്ലസ് 3 എന്ന് പറയുന്നത് 17 ആണ്. സോ 17 എന്ന് പറയുന്നത് ഡിവൈഡ്, അത് ഹെക്സാഡെസിമൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 1 into 16 16, ബാലൻസ് 1 വരുന്നു.
ആ റിമൈൻഡർ 1-നെയാണ് നമ്മൾ ഇവിടെ എഴുതുക, മറ്റേ 1 നമ്മൾ ഇതാ ഇവിടെ മാറ്റി എഴുതുന്നു. ദെൻ ഈ 1 എന്ന് പറയുന്നത് ഇനി ആഡ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നേരിട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ എന്ത് കിട്ടും, 11B47 ബേസ് 16 എന്ന് കിട്ടും. സോ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്റെ അഡിഷൻസ് ആയിട്ട് നമ്മൾ ബേസിക് അഡിഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബൈനറി, ഒക്ടാൽ ആൻഡ് ഹെക്സാഡെസിമൽ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് തനിയെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ, തനിയെ തന്നെ ഇതെല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയാണ് നമ്പർ സിസ്റ്റത്തിന്റെ അഡിഷൻസ് നമുക്ക് വരിക. സോ ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ഫ്രാക്ഷൻ പാർട്ട് വരുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരു ഡെസിമൽ പാർട്ട് വരുന്ന പോയിന്റ് വരുന്ന രീതിയിൽ നമ്പേഴ്സ് വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് എങ്ങനെ ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെയും നോക്കിക്കേ, റൈറ്റ് സൈഡിൽ പല ബേസുകളായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. റൈറ്റ് സൈഡിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് ബൈനറി ടു ഡെസിമൽ അല്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാ ബേസിലേക്കും എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഫ്രാക്ഷൻ പാർട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്, നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് 127.125 ബേസ് 10 അല്ലെ. അപ്പൊ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, LM represents a number L in base M number system, then which of the following equalities are true? ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഇക്വലന്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ ഈ 127.125 എന്ന് പറയുന്നത് ഇവർ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിന് ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 127.125 ഉണ്ട്. അപ്പം ഇവിടെ എന്താണ്, ബേസ് 10 അല്ലെ, ബേസ് 10 നിന്നും എന്തിലേക്കാ നമ്മൾ മാറ്റേണ്ടത്, ബൈനറിയിലേക്കാ നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ ഈ ഡെസിമൽ ടു ബൈനറി മാറ്റാനുള്ള സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് എന്താണ്, അവിടെ എന്തായിരുന്നു, നമുക്ക് ബൈനറിയിൽ നിന്നും ഡെസിമൽ ആയിട്ടാണ് നമ്മൾ മാറ്റിയത്. അതുപോലെ ഡെസിമൽ ടു ബൈനറിയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, 2⁻0, 2⁻1, 2⁻2 എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വരിക. ഓക്കെ, 2⁻4, 2⁻5, 2⁻6. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ 127 ബേസ് 10-നെ ആദ്യം എന്താക്കുക, ബൈനറി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുക, നമ്മള് അതിന്റെ വാല്യൂസ് എഴുതുക. 1, 2, 4. നിങ്ങളിപ്പോ ഈ 2⁻0 എന്നുള്ളത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് 1-ൽ നിന്ന് തുടങ്ങി മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്തങ്ങ് പോയാൽ മതി. അതായത് 1, 2, 4, 8, 16, 32, 64, 128. ഓക്കെ, അതുവരെ നമുക്കുണ്ട്. നോക്കിക്കേ, നമുക്ക് 127 വേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലാ 127 കിട്ടുക എന്ന് നമ്മൾ നോക്കണം. അതായത് ഈ 1, 2, 4, 8, 16, 32, 64, 128 അതിൽ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ 127 കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം 128 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വരില്ല. 128 നമുക്ക് 127 കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യണ്ടല്ലോ, അത് നമുക്ക് വിടാം. ഓക്കെ, അപ്പം 64 തൊട്ടിട്ടുള്ള നമ്പേഴ്സ് നോക്കാം. നോക്കിക്കേ, 64 പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് ആക്ച്വലി 127 ആണ്. ഓക്കെ, അതിൽ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് നോക്കുക, ഈ ഒരു 127 കിട്ടുക എന്ന് നോക്കുക. ഇപ്പം വേറൊരു നമ്പർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം 33 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് വിചാരിക്കുക. ഇതിപ്പം എല്ലാത്തിലും ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുന്നത്. 33 ബേസ് 10 ആണ്. നിങ്ങളുടെ അടുത്ത് ബൈനറി ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1, 2, 4, 8, 16, 32 അങ്ങനെ എടുത്താൽ മതിയല്ലോ. 32 വരെ എടുത്താൽ മതിയല്ലോ, കാരണം നമുക്ക് കിട്ടേണ്ടത് 33 ആ. അപ്പൊ നോക്കിക്കേ, ഈ 32 1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 33 കിട്ടും. അപ്പൊ നമ്മൾ ഈ റൗണ്ട് ചെയ്തതിനെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. അങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുക, ഈ ഒരു ഡെസിമലിൽ നിന്നും ബൈനറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് എഴുതി വരിക, 1, 2, 4, 8, 16, 32. അതിങ്ങനെ മൾട്ടിപ്ലൈഡ് ബൈ 2-ന്റെ കണക്കാണ്. 1 into 2, 2, 2 into 2, 4, 4 into 2, 8, 8 into 2, 16, 16 into 32,
32 into 2 64, അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനകത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, നമ്മൾ ചോദിച്ചിരിക്കുന്ന നമ്പർ കിട്ടുക എന്ന് നോക്കുക. അങ്ങനെ ഏതൊക്കെ നമ്പർ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാല് ഏതൊക്കെ നമ്പർ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഈ ഒരു നമ്പർ കിട്ടാൻ വേണ്ടി ഏതൊക്കെ നമ്പേഴ്സ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ 1 കൊടുക്കുക, ബാക്കി എല്ലാത്തിനും നമ്മൾ 0 കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, 32 1 നമ്മൾ എടുക്കുന്നുള്ളൂ 33 കിട്ടാനായിട്ട്. അപ്പൊ ഈ 32നും 1നും നമ്മൾ 0 കൊടുക്കുന്നു, ബാക്കിയുള്ള നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇക്വലന്റ് ബൈനറി നമ്പർ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു, 127 ആയിരുന്നു അല്ലെ. 127 എന്ന് പറയുമ്പോൾ നമ്മൾ 64 തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 64 തൊട്ടിട്ട് എല്ലാ ഡിജിറ്റ്സും എടുക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ നമ്പേഴ്സും എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 127 നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, നമ്മൾ ചൂസ് ചെയ്ത നമ്പേഴ്സിനെ എല്ലാം കൂടി നമ്മൾ എന്തെടുത്തു, 1 കൊടുത്തു. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, അതിന് നമ്മൾ 0 കൊടുത്തേനെ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, 127 ബേസ് കിട്ടി, 1111111, അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. എത്ര 1 ഉണ്ട്, 1 2 3 4 5 6 7 7 വൺസ് ഉണ്ട്. നോക്കിക്കേ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, 127 എന്ന് പറയുന്നത് നോക്കി, 1 2 3 4 5 6 7, സോ 7 വൺസ് ഉണ്ട്. ഇത് തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്, 127 ബേസ് 10 അത് തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്, ആണ് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ഫ്രാക്ഷൻ പാർട്ട് നമ്മൾ നോക്കാം. ഓക്കെ, സോ ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇവിടെ 0.125 ആണ്, ആണല്ലോ. 127.125 എന്നാണ്. സോ ഈ 0.125 എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ, 0.125 ആ. അപ്പൊ അതിനെ നമ്മൾ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, സോ ഈ 0.125 ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 0.125 മൾട്ടിപ്ലൈഡ് ബൈ ഏത് ബേസിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത്, ബേസ് 2ലേക്കാ മാറ്റേണ്ടത് അല്ലേ. അപ്പൊ ആ ബേസ് 2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 0.125നെ മൾട്ടിപ്ലൈഡ് ബൈ 2 നമ്മൾ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അറിയാത്തവരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങൾ വെറുതെ 125 into 2 ചെയ്യാം. ഓക്കെ, 125 into 2 ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടും അല്ലെ. 250 നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. നിങ്ങൾ 250 ആൻസർ എഴുതിയതിന് ശേഷം ഈ 125ന് എത്ര പ്ലേസ് മാറിയ പോയിന്റ് വന്നിരിക്കുന്നത്, റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് നോക്കുക, 1 2 3 3 പ്ലേസ് മാറിയ പോയിന്റ് വന്നിരിക്കുന്നത്. സോ ഇവിടെയും എന്ത് ചെയ്യുക, 1 2 3 അങ്ങനെ 3 പ്ലേസ് മാറി പോയിന്റ് കൊടുക്കുക. സോ 0.250 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഏതാണോ നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റുക, ഏതാണോ നമുക്ക് ആ ഫ്രാക്ഷൻ നമുക്ക് എന്താണ് ബൈനറിയിലേക്ക് മാറ്റേണ്ടത് അത് എടുക്കുക. 0.125 ആണ് നമുക്ക് മാറ്റേണ്ടത്. സോ 0.125നെ ബൈനറിയിലേക്കാണ്, അതായത് ബേസ് 2ലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. സോ ബേസ് 2ലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0.250 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യണം, ഈ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ ഫ്രാക്ഷൻ പാർട്ട് 0 വരുന്നത് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ 0.250നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, വീണ്ടും ഈ 0.250 ഈ ഫ്രാക്ഷൻ പാർട്ട് മാത്രമേ എടുക്കാവുള്ളൂ. 0.250നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.500 എന്ന് കിട്ടും. ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാത്തവർ, അറിഞ്ഞൂടാത്തവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വെറുതെ നിങ്ങൾ 250 into 2 ചെയ്യുക. 250 into 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, റൈറ്റ് സൈഡിൽ നിന്ന് 3 പ്ലേസ് മാറിയാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെയും 3 പ്ലേസ് മാറി പോയിന്റ് കൊടുത്താൽ മതിയാവും. അതാണ് 0.500. ഇവിടെയും നോക്കിക്കേ, ഫ്രാക്ഷൻ പാർട്ട് എല്ലാം 0 ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ആ ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.500 കേട്ടോ, ആ റൈറ്റ് സൈഡിലുള്ളത് മാത്രം എടുക്കുക. അപ്പൊ എന്താണ് 0.500, അത് തന്നെയാണ് 0.500 into എന്താണ് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ നോക്കിയേ, 500 into 2 എന്താണ് 1000 ആണ് അല്ലെ.
1000 ആണ്. ഈ 1000 ഇവിടെ എത്ര സ്ഥാനം മാറ്റി, എത്ര പ്ലേസ് മാറിയ പോയിന്റ് വന്നിരിക്കുന്നത്? 3 പ്ലേസ്. അപ്പൊ ഇവിടെയും എന്താണ്? റൈറ്റിൽ നിന്നും 3 പ്ലേസ് മാറി പോയിന്റ് കൊടുക്കുക. ഇറ്റ് ഈസ് 1.000 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 500 into 2 ചെയ്യുക, ഇറ്റ് ഈസ് 1000 എന്ന് കിട്ടും. അപ്പൊ ഈ 0.500 എന്ന് പറയുമ്പോൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്നും എത്ര പ്ലേസ് മാറിയ പോയിന്റ് വന്നിരിക്കുന്നേ നോക്കുക. 3 പ്ലേസ് മാറി ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 3 പ്ലേസ് മാറി തന്നെ നിങ്ങൾ പോയിന്റ് കൊടുക്കുക. അപ്പൊ 1.000 എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടെ നോക്കിക്കേ, ഫ്രാക്ഷൻ പാർട്ട് കംപ്ലീറ്റ് 0 ആയില്ലേ? അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ഈ പ്രോസസ്സ് നിർത്താനായിട്ട് പറ്റും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? മേളിൽ നിന്ന് താഴേക്ക് അതിനെ അറേഞ്ച് ചെയ്താൽ എഴുതുക. അതായത് ഇറ്റ് ഈസ് 0 0 1 ബേസ് 2 എന്ന് കിട്ടും. ഓക്കെ, പോയിന്റ് ആണ് 0.001 ബേസ് 2 എന്ന് കിട്ടും. അപ്പൊ മൊത്തത്തിൽ 127.125 ഈക്വലന്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ആദ്യം 127 നമുക്ക് കിട്ടിയല്ലേ? 1 1 1 1 1 1. ഓക്കെ, 1 1 1 1 1 1 1 1 1 1. ഓക്കെ, ഇത്രയും നമുക്ക് 127 കിട്ടി. പോയിന്റ് ഈ 125 0.125 നിങ്ങൾക്ക് എത്രയാ കിട്ടിയേ? 0.001 എന്ന് നമുക്ക് കിട്ടി അല്ലെ? അപ്പോ അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അത് അതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതുക. ബേസ് 2 ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫ്രാക്ഷൻ പാർട്ടിനെ ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, ആ ബേസ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ഫ്രാക്ഷണൽ പാർട്ട്, അതായത് പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന പാർട്ട് നമുക്ക് എന്ത് കിട്ടണം? സീറോസ് ആയിട്ട് നമുക്ക് കിട്ടണം. അത് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. സോ ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ, അപ്പൊ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഇവിടെ നോക്കിക്കേ, 1 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 അല്ലെ? 127 ബേസ് കിട്ടി. ഇപ്പോഴത്തെ നമുക്ക് എന്ത് കിട്ടി? 0.125 നമുക്ക് എന്ത് കിട്ടി? 001 നമുക്ക് കിട്ടി അല്ലെ? സോ ഇതെന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് അല്ലേ? അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? 127.125 ഈ തന്നിരിക്കുന്ന നമ്പർ അല്ലേ കിട്ടിയത്? സോ അത് കറക്റ്റ് ആണ്. സോ എ നമുക്ക് കറക്റ്റ് ആണെന്ന് കിട്ടി. ഇനി തൊട്ടടുത്ത് ചോദിച്ചിരിക്കുന്നത് നോക്കൂ, 127.125 ബേസ് 10 ഈക്വൽ ടു 1333.02 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാ? സോ നമുക്ക് വീണ്ടും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. 127.125 ബേസ് 10. ഓക്കെ, അതിനെ നമുക്ക് എന്തിലേക്കാ കൺവേർട്ട് ചെയ്യേണ്ടത്? ബേസ് 4ലേക്കാ കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഒരു ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആദ്യം എന്തെടുക്കുന്നു? ഈ 127 ബേസ് 10 മാത്രം എടുക്കുന്നു. അപ്പൊ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഒരു വേറൊരു ബേസിലേക്ക് മാറ്റാനായിട്ട്, അതായത് 4 ആവട്ടെ, 3 ആവട്ടെ, 6 ആവട്ടെ, 7 ആവട്ടെ, ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു ബേസിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏത് ബേസിലേക്കാണോ മാറ്റേണ്ടത് ആ ബേസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. ഒന്നുകൂടിയും പറഞ്ഞു തരാം. നോക്കിക്കേ, 127.125 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ബേസ് 4ലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 127 ബേസ് 10നെ നമുക്ക് ആദ്യം അങ്ങ് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ബേസ് 10നെ നമുക്ക് ഏത് ബേസിലേക്കാണ് മാറ്റേണ്ടത്? 4 ബേസിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഏത് ബേസ് ആയാലും ഡെസിമൽ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഡെസിമൽ നമ്പറിനെ ഏതിലേക്കാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 4. ഇത് സാധാ ഡിവിഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഡിവിഷൻ എഴുതുന്നത്. സോ നോക്കിക്കേ, 127 ഡിവൈഡഡ് ബൈ 4. അപ്പൊ 1 നമുക്ക് എന്താണ്? 4ന്റെ ടേബിളിൽ നമുക്ക് 1 എടുക്കാൻ പറ്റില്ല. നമ്മൾ 12 കംപ്ലീറ്റ്ലി എടുക്കുന്നു. 12 എടുക്കുമ്പോൾ 4ന്റെ ടേബിളിൽ 12 എത്ര ടൈംസ് വരിക? 3 ടൈംസ് വരും അല്ലെ? അപ്പൊ 3 into 4 ആണ്. 3 multiplied by 4 ആണ് 12 എന്ന് പറയാം. സോ അത് നമുക്ക് കിട്ടി. പിന്നെ ഉള്ളത് എന്താണ്? 7 ആണ് അല്ലെ? 7 എന്ന് പറയുമ്പോൾ 4ന്റെ ടേബിളിൽ 7 ഇല്ല. സോ അതിന് മുന്നേ ഏതാ വരിക? 1 ആ വരിക അല്ലെ? 1 into 4 4. സോ 1 into 4 4 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 7ൽ നിന്ന് നമ്മൾ 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്ക് 3 എന്ന് കിട്ടും. അതായത് ഇത് നമ്മുടെ സാധാരണ ഡിവിഷൻ തന്നെയാണ് കേട്ടോ. അതായത് 127/4 നമ്മൾ എന്താ ചെയ്യുക? 3 into 4 12 എഴുതുന്നു. ദെൻ 0 ഇവിടെ 7 നമ്മൾ എഴുതുന്നു. സോ 1 into 4 4. ഇവിടെ റിമൈൻഡർ 3. അപ്പൊ ഈ റിമൈൻഡർ 3 തന്നെയാണ് ഈ റിമൈൻഡർ 3.
ഈ 4 തന്നെയാണ്, ഈ ഒരു 31 ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ കിട്ടുന്ന 31. ഓക്കെ, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ 31 ആ ഒരു 3 കുറച്ച് മാറ്റി എഴുതുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 8 into 4 32 ആണ് അല്ലേ. അപ്പൊ 8 into 4 നമുക്ക് എടുക്കാൻ പറ്റില്ല. 7 into 4 28 ആണ്. സോ 28 നമ്മൾ എടുക്കുന്നു. അപ്പൊ 31ൽ നിന്നും 28 പോയാൽ നമുക്ക് എത്ര കിട്ടും, 3 കിട്ടും അല്ലെ. ആ 3 നമ്മൾ മാറ്റി എഴുതുന്നു. വീണ്ടും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ, 1 into 4 4, 2 into 4 8 ആയി പോകും, നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ 1 into 4 4 ആണ്. അപ്പം 7ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. ആ ഒരു റിമൈൻഡറും കൂടി ഇവിടെ എഴുതണേ. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ഇനി നമുക്ക് 4 കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഇവിടെ വെച്ച് തീരുകയാണ്. കാരണം ഇനി നമുക്ക് ഈ ഒരു 1നെ നമുക്ക് ഇനി 4 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഏത് ബേസിലാണോ തന്നിരിക്കുന്നത്, അതായത് ഡെസിമൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് വേറൊരു ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ബേസ് നമ്പർ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പോയിന്റ് വരെ നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കറസ്പോണ്ടിങ് റിമൈൻഡേഴ്സ് എഴുതി വെക്കുക. ദെൻ നോക്കിക്കേ, ഈ റിമൈൻഡേഴ്സ് ഇവിടം തൊട്ട് തുടങ്ങണം കേട്ടോ. ഈ 1 തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് എഴുതണം. സോ 1 3 3 3 അത് എഴുതേണ്ടത് ഇവിടെ നിന്നാ തുടങ്ങേണ്ടത് കേട്ടോ. ഈ 1 മുതൽ 3 3 3. സോ 1 3 3 3 ബേസ് 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഇറ്റ് ഈസ് 1 3 3 3 ബേസ് 4 എന്ന് നമുക്ക് കിട്ടും. അപ്പം 127 ബേസ് 10നെ നമ്മൾ എന്തിലേക്ക് മാറ്റി, ബേസ് 4ലേക്ക് മാറ്റി അല്ലെ. 1 3 3 3 ബേസ് 4ലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി വേണ്ടത് എന്താ, 0.125നെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഈ 0.125നെ നമുക്ക് എന്താണ്, 0.125ഉം ബേസ് 10 ആണ്. അതിനെ നമുക്ക് എന്തിലേക്കാ മാറ്റേണ്ടത്, ബേസ് 4ലേക്കാണ് നമ്മൾ മാറ്റേണ്ടത് ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 0.125 മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ ഏത് ബേസിലേക്കാണോ മാറ്റേണ്ടത് ആ ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 0.125 ഇൻറ്റു എന്തെന്ന് നമ്മൾ എടുക്കേണ്ടി വരും, 4 എന്ന് നമ്മൾ എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 125 ഇൻറ്റു 4 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 500 കിട്ടും. ഇവിടെ 3 പ്ലേസ് മാറിയാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അതുപോലെ 3 പ്ലേസ് മാറി പോയിന്റ് ഇടുക. അപ്പം 0.500 എന്ന് കിട്ടും. ഓക്കെ, സോ ആദ്യം 500 എഴുതുക, എന്നിട്ട് 3 പ്ലേസ് മാറി നിങ്ങൾ പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് മൊത്തം 0 ആയോ, ഇല്ല. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 0.500നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, 500 ഇൻറ്റു 4 ചെയ്യാം. 500 ഇൻറ്റു 4 എത്രയാ, 2000 അല്ലെ. അപ്പം 2000 നമ്മൾ എഴുതുന്നു. 2000 എഴുതിയതിനു ശേഷം ഇവിടെ എത്ര പോയിന്റ് മാറിയ, നമ്മൾ എത്ര പ്ലേസ് മാറിയ പോയിന്റ് വന്നിരിക്കുന്നത്, 3 പ്ലേസ് മാറിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 പ്ലേസ് മാറി നമ്മൾ പോയിന്റ് ഇടുന്നു. ഇറ്റ് ഈസ് എന്തെന്ന് കിട്ടും. എന്നിട്ട് എന്താ, നമുക്ക് ഇവിടെ എന്താ, ഫ്രാക്ഷണൽ പാർട്ട് മൊത്തത്തിൽ 0 വന്നു. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ്സ് നമുക്ക് അവിടെ നിർത്താം. നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മേളിന്ന് താഴേക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി വരേണ്ടത് കേട്ടോ. ഈ ഇത് എടുക്കുമ്പോൾ നമ്മൾ മേളിന്ന് നമ്മൾ നോക്കി വരേണ്ടത്. ഇറ്റ് ഈസ് 02 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താവും, നോക്കിയേ, നമുക്ക് 127ന്റെ ബേസ് 10 അല്ലെ, 127.125 ആണ്. അതിൽ 120 ബേസ് 10 ആണ് അല്ലെ, പോയിന്റ് ആണ്. സോ ഈ 127 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, ഇറ്റ് ഈസ് 1333 എന്ന് നമുക്ക് കിട്ടി. പോയിന്റ് ഇവിടെ നമുക്ക് 0.125ന് എത്രയാ വാല്യൂ കിട്ടിയത്, 02 ആണ് അല്ലെ. ആ 02 അവിടെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇത് ബേസ് എന്തെന്ന് കിട്ടും, ബേസ് 4 എന്ന് നമുക്ക് കിട്ടും. ഇതേ ആൻസർ തന്നെയല്ലേ ഇവിടെ എഴുതേണ്ടത് നമ്മള്, ഇതല്ലേ ഇവിടെയും തന്നിരിക്കുന്നത്. 1333 നോക്കിയേ, 1333.2 എന്ന് നമുക്ക് കിട്ടി. അപ്പം ഈ രണ്ട് ആൻസേഴ്സും നമുക്ക് റൈറ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, എയും ബിയും നമുക്ക് റൈറ്റ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതിനെ നമ്മൾ ഒക്ടാലിലേക്ക് മാറ്റണം അല്ലെ. 127.125നെ എന്തിലേക്ക് മാറ്റണം, നമ്മൾ ഒക്ടാലിലേക്ക് നമ്മൾ മാറ്റണം.
സോ 127.125 അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒക്ടാലിലേക്ക് നമ്മൾ മാറ്റാണ്. ബേസ് 10 നമുക്ക് ഒക്ടാലിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്, 127നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒക്ടാലിലേക്ക് മാറ്റുക. 127 ബേസ് 10നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒക്ടാലിലേക്ക് മാറ്റണം അല്ലെ. അപ്പം ബേസ് 10നെ നമുക്ക് എന്താണ്, ഏത് ബേസ് ആയാലും നമ്മൾ എന്ത് പറഞ്ഞു, അതിനെ നമ്മൾ വേറൊരു ബേസിലേക്ക് മാറ്റണം. ഡെസിമലിൽ നിന്നും വേറൊരു ബേസിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ബേസ് കൊണ്ട് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് 127 ഡിവൈഡഡ് ബൈ 8 ആണ്. 127 ഡിവൈഡഡ് ബൈ 8 വരുമ്പോഴത്തേക്കും എന്താണ്, 1 into 8 8, 2 into 8 16 ആയി പോകും അല്ലെ. അപ്പൊ അത് നമുക്ക് എടുക്കണ്ട. 1 into 8 8 ആണ്. ബാലൻസ് ഒരു 4 വരും അല്ലെ. ആ 4 നമ്മൾ ഇവിടെ എടുക്കുന്നു. ഈ 4 നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഈ ഒരു നമ്പർ 47 ആവും. 47 ആകുമ്പോഴത്തേക്കും എത്ര വരും, 5 into 8 40 വരും. സോ 47 മൈനസ് എന്താണ് 40 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 7 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കൺഫ്യൂഷൻ ആയവർക്ക് നമ്മൾ സാധാ ഡിവിഷൻ ചെയ്ത് നോക്കുക കേട്ടോ. ഇറ്റ് ഈസ് 127/8 എന്ന് പറയുന്നത് എന്താണ്, 1 into 8 8 ആണ്. ഓക്കെ, ആ 8 ബാലൻസ് 4 നമുക്ക് എന്താണ്, 4ൽ നമുക്ക് 8 എന്താണ് എടുക്കാൻ പറ്റില്ല. സോ ഈ 7 നമ്മൾ താഴേക്ക് എടുക്കുന്നു. ദെൻ 6 into 8 48 ആണ്. അപ്പൊ 5 നമുക്ക് തൊട്ട് മുന്നേ ഉള്ള 5 എടുക്കണം. 5 into 8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 40, റിമൈൻഡർ 7. സോ ഈ ക്വോഷ്യൻ 15 ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ റിമൈൻഡർ 7 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ, നമ്മൾ സാധാരണ ഡിവിഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ 15 ഉണ്ട്. 15നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 into 8 8 ആണ് അല്ലെ. പിന്നെ പോവില്ല, 2 into 8 16 ആയി പോകും. അപ്പൊ 1 into 8 8 ആണ്. 8 ആകുമ്പോൾ 15 minus 8 എന്ന് പറയുന്നത് എന്താണ്, 15 minus 8 എന്ന് പറയുമ്പോൾ 7 കിട്ടും ആണല്ലോ. സോ ഇനി നമുക്ക് 8 കൊണ്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇവിടെ വെച്ച് നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു താഴത്തെ ഈ ഒരു 1ൽ നിന്നും അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ദെൻ മുകളിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. ഇറ്റ് ഈസ് 177 എന്ന് കിട്ടും. 177 ബേസ് 8 എന്ന് കിട്ടും. സോ ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിനെ വേറെ ഏത് ബേസിലോട്ട് മാറ്റാനായാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഏത് ബേസിലോട്ടാണോ മാറ്റേണ്ടത് ആ ബേസ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പൊ 177 ബേസ് 8 എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായി, നമ്മുടെ ആ ഒരു 127 പാർട്ട് കഴിഞ്ഞു. അപ്പൊ അത് ഇവിടെയും കറക്റ്റ് ആണ്, 177 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി 0.125 ആണ് നമുക്ക് അറിയേണ്ടത് ആണല്ലോ. സോ ഈ 0.125 നമ്മൾ എന്താ ചെയ്യേണ്ടത്, സോ 0.125 നമ്മൾ എന്താ ചെയ്യേണ്ടത്, 0.125നെ നമുക്ക് എന്ത് മാറ്റണം, നമ്മുടെ ബേസ് 8ലേക്ക് മാറ്റണം. 0.125 തന്നിരിക്കുന്നത് ഡെസിമൽ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 0.125നെ നമ്മൾ എന്ത് ചെയ്യുക, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ടല്ല നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത് വന്നത്. ഡെസിമലിൽ നിന്ന് വേറൊരു ബേസിലേക്ക് ഫ്രാക്ഷണൽ പാർട്ട് മാറ്റണമെങ്കിൽ ഏത് ബേസിലേക്കാണോ മാറ്റേണ്ടത് അതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 0.125 into 8 ആണ്. 0.125 into 8 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 1.000 എന്ന് കിട്ടും. ഓക്കെ, കാരണം 125 into 8 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 1000 ആണ്. 1000 ആകുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 1000ൽ നിന്ന് ഇവിടെ ഒരു 3 പ്ലേസ് മാറിയ പോയിന്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെയും എന്ത് ചെയ്താൽ മതി, 3 പ്ലേസ് മാറി പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ നോക്കിക്കേ, 127.125 ആണ് അല്ലെ ബേസ് 10. ഇവിടെ നമുക്ക് നോക്കിയേ, ഫ്രാക്ഷണൽ പാർട്ട് എല്ലാം 0 വന്നു. അപ്പൊ ഇനി നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ, വേണ്ട അല്ലെ. അപ്പൊ 127ന് നമ്മൾക്ക് എത്ര കിട്ടി, 177 കിട്ടി പോയിന്റ്. ഇവിടെ നമുക്ക് എത്രയാ വാല്യൂ കിട്ടിയ, 1 ആ കിട്ടിയ. ആ 1 അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. സോ ബേസ് 8 എന്ന് നമുക്ക് കിട്ടും. അത് തന്നെയല്ലേ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സോ 127.125 ബേസ് 10 ഈക്വൽ ടു 177.1 ബേസ് 8 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതും കറക്റ്റ് ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, 127.125 ബേസ് 10 ഈക്വൽ ടു 7f.2 ബേസ് 16 ആണോ എന്നാ നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 127.125നെ നമ്മൾ എന്ത് ചെയ്യണം, 16 ബേസിലേക്ക് നമ്മൾ മാറ്റണം ആണല്ലോ. ബേസ് 16ലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 127 ബേസ് 10നെ എന്ത് ചെയ്യാം, നമ്മൾ ഫ്രാക്ഷൻ അല്ലാത്ത പാർട്ടിനെ നമുക്ക് ഡെസിമലിലേക്ക് ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 127നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 127 ഡിവൈഡഡ് ബൈ എന്തിനാ ഡിവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ
16ലേക്കല്ലേ നമുക്ക് മാറ്റേണ്ടത്. സോ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 7 into 16 എന്ന് കിട്ടും അല്ലെ. 7 into 16 ആണ് നമുക്ക് എടുക്കേണ്ടത്. 16 into 7. ഓക്കെ, 6 into 7 42, 2 4 112 എന്ന് കിട്ടും. 16 into 7 112 ആണ്. 8ൽ നമുക്ക് 127നേക്കാളും ഹയർ ആയിട്ടുള്ള നമ്പർ കിട്ടും. സോ ഇവിടെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? 7 എടുക്കാൻ പറ്റും അല്ലെ. 7 into 16 112 ആണ്. അതിന് 127നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 112ൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നമുക്ക് ഇനി 16 ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പൊ നമ്മൾ ഇനി എടുക്കേണ്ടത് എന്താ? നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കേണ്ടത് എന്താ? ഈ 7. ഇപ്പൊ ഇവിടെ മുകളിലോട്ട് വീണ്ടും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ എടുക്കുന്നുണ്ടാവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ കിട്ടിയ നമ്പേഴ്സ് നമ്മൾ അങ്ങ് എടുക്കുക. അപ്പം 7ഉം 15ഉമാണ് നമുക്ക് കിട്ടിയത്. ഇനി ഹെക്സാഡെസിമലില് 15ന് പകരം നമുക്ക് ഏതാ ഉള്ളത്? ഇറ്റ് ഈസ് എഫ് ആണ് അല്ലെ. എഫ് ആണ് 15ന് പകരം ഉള്ളത്. സോ ഇറ്റ് ഈസ് എന്ത് വരും? 7f ബേസ് 16 എന്ന് വരും. ഓക്കെ, അപ്പൊ 127 ബേസ് 10 എന്ന് പറയുമ്പോൾ 7f ബേസ് 16 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? നമ്മുടെ 0.125 അല്ലെ, 0.125 ബേസ് 10നെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബേസ് 16ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അവിടെ എന്താ ചെയ്യാ? ഈ 0.125നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈഡ് ബൈ 16 കൊടുത്താൽ മതി. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെയും ചെയ്തു വന്നത്. സോ ഈ 0.125നെ നമ്മൾ എന്ത് ചെയ്യുക? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2000 കിട്ടുക. അതായത് 125 into 16 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്ത് കിട്ടും? 2.000 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് എന്തായി? 0 ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട ആൻസർ എന്ത് കിട്ടും? 2 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇനി എന്താണ്? 127.125 ബേസ് 10. അതിനെ നമ്മൾ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് എഴുതിയാ പോരെ. ഇറ്റ് ഈസ് 127 നമുക്ക് എത്രയാ കിട്ടിയത്? 7f കിട്ടി അല്ലെ. സോ 7f പോയിന്റ്, ഇവിടെ കിട്ടിയ ആൻസർ എത്രയാ? 2. ആ 2 നമ്മൾ എടുത്തെഴുതുന്നു. ബേസ് 16 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതും കറക്റ്റ് അല്ലേ? 127.125 ബേസ് 10 ഈക്വൽ ടു 7f.2 ബേസ് 16. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്തെന്ന് വരും? 4 നമുക്ക് കറക്റ്റ് ആണ്. ആൻസർ ABCD എന്ന് നമുക്ക് വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഏത് ബേസ്, ഇപ്പം ബേസ് 10ൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റേണ്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ഒരു ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു.